ഭാഗ്യം ഇപ്പോൾ ഒരെണ്ണം കയറുണ്ടോ? അയ്യടാ ആനിക്കുട്ടിൻ്റെ പൊട്ടിപ്പോയില്ലോ. മീനുണ്ടാവുമ ബാക്കി പോയിട്ടില്ല. ഫ്രോഗും പോയി. പേര് പിടിക്കോ? മീൻ അടിച്ചിട്ടോ. ഒരുപാട് അടിപൊളി സാധനം അടിച്ചുള്ള വശത്ത്. ഹായ് ഗായ്സ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് മീൻ അടിച്ചുള്ളത് നാച്ചുറലാണ്, ഊരാൻ കിട്ടുന്നില്ല. നല്ല ഹുക്കാണ് കയറിയിട്ടുള്ളത്. ഉള്ളിക്കട് കയറുപോലെ ഊരിനാണ് എടുക്കാനും മറന്നു. ഗായ്സ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടിയ മീൻ ഇതാണ് കേട്ടോ. കുഴപ്പമില്ലാത്ത വരാലാണ് കേട്ടോ അടിച്ചിട്ടുള്ളത്. അടിച്ചിട്ടുള്ള റിയൽ വരേണ്ട നാച്ചുറൽ എന്ന് പറഞ്ഞ ഫ്രോഗിലാണ് അടിച്ചിട്ടുള്ളത്. ഇത് സാധനം പെട സാധനം കിട്ടിയിട്ടുണ്ടോ? പെട സാധനം. അതെ ശരിക്കും തീറ്റ കയറണ്ടേ. കണ്ടോ തീറ്റ കയറണ്ടേ. എന്റെ പൊന്നി, ഇതാണ് നേരത്തെ അടിച്ച് മിസ്സായത്. ഫസ്റ്റ് അടിച്ച് മിസ്സായ മീനാണ്. രണ്ടാമത് അടിച്ചു, അതും നാച്ചുറൽ നാച്ചുറൽ റിയൽ വര നാച്ചുറൽ ഉണ്ടോ വീണ്ടും അടിച്ചിട്ടുള്ളത്. ഇടു സാധനം ഇത് മുടിച്ചു, വള്ളി മുടിച്ചു. ആ കൂടാതെ അവിടെ വയ്ക്കുന്നത് ആദ്യമായിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഒരാൾ അടിച്ചിട്ടുണ്ട്. അതും നാച്ചുറൽ. അത് ജാതി വയലിൻ്റെ അത് മൂന്നാമത്തെ ഒരലടിച്ചിട്ടുണ്ട്. അതും നാച്ചുറലാണ് അടിച്ചിട്ടുള്ളത്. കുഴപ്പമില്ലാത്ത സാധനം. കുഴപ്പമില്ലാത്ത പറഞ്ഞാൽ കണ്ടില്ലേ, ഏകദേശം എൻ്റെ കയ്യിൻ്റെ ഇത്രത്തോളം വരുന്നുണ്ട് വലുപ്പം. ഇപ്പം അടുത്ത് കൊല്ലിയിലിട്ടേക്കാം. ഇപ്പം രണ്ടെണ്ണം ഇവിടെ, ഒരെണ്ണം അവിടെ ഫസ്റ്റ് കിട്ടുമല്ലോ. കിട്ടി. തീടാൻ പോയതോ? തീടാൻ പോയതോ? ഗോയ്സ് സാധനം സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടോ? കിഡില് സാധനം ചാടി വന്നടിച്ചു കേട്ടോ. കണ്ടെന്നറിയില്ല. ഓക്കെ, കയറി വരുന്നു മോനെ. കിടുക്കാച്ച സാധനം. ആയോ പൊളി സാധനം, പൊളി സാധനം. എൻ്റെ മോനെ, ഫ്രോഗ് ഫുള്ളായിട്ട് ആൾ ഉള്ളി കിടത്തുന്നുണ്ട് കേട്ടോ. നമുക്ക് അടിക്കുന്ന എടുക്കാൻ പറ്റിയില്ല, കാരണം വെച്ചാൽ ക്യാമറ ജസ്റ്റ് ഓഫായിരുന്നു.
കണ്ടില്ലേ, ഇതാണ് ഐറ്റം. നമ്മുടെ ഉദ്ദേശിച്ച് കൊണ്ടുപോകുമ്പോൾ ഫസ്റ്റത്തെ പോലെ കേട്ടോ, നല്ല കിടുക്കാച്ച സാധനം അടിച്ചല്ലോ കേട്ടോ. അവന് മെഷീൻ എടുക്കുന്ന കേട്ടോ. അടുത്ത വെള്ളത്തിനുള്ള നാടൊന്നുമില്ല. ഇൻസ്റ്റാണ്ട് യൂട്യൂബുണ്ട്. അതിപ്പം അടിച്ചല്ലോടാ അവണ്ടായിരുന്നു. അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. ചെറുതാണ്, എന്നാലും കുഴപ്പമില്ലാതെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഏയ് അതേ മെർക്കുറി രണ്ടാമത്തെ കേട്ടോ. സൗരം ഒന്ന് ചൂണ്ടിയിട്ട് വരുന്നുണ്ട് ഗൈസ്, കണ്ടില്ലേ? അത്യാവശ്യം ദൂരത്താണ്. അവൻ്റെ സഞ്ചിയിൽ എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്. ഗൈസ് സൗരിനെ കിട്ടിയിട്ടുണ്ടാ. സംഭവം ചെറുതാണ്, എന്നാലും കുഴപ്പമില്ല, തന്നെ അടിച്ചിട്ടുണ്ടോ. നിന്റെ രണ്ടാമതല്ലേ? ഏയ് രണ്ടാമത്തെ അടിച്ചിട്ടുണ്ട്. അപ്പം ഗൈസ് അങ്ങനെ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്താ ഇങ്ങനെ പോണേ? ഏയ് അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ് കേട്ടോ. തോരിപ്പോയി ആള്. പക്ഷെ എൻ്റെ പൊന്നി ഫ്രോഗിൻ്റെ അവസ്ഥ നോക്കിയ. അപ്പോൾ അതേ ഇതുണ്ടാവും അടുത്ത് കിട്ടിയിട്ടുള്ള മീൻ എന്ന് പറയുന്നത്. ഹായ് ഗൈസ്, അപ്പോൾ ഏകദേശം നമുക്ക് 2 മണിക്കൂറുണ്ട്. പുതിയ മെർക്കുറിയാണ് നമ്മുടെ മെർക്കുറിമേൽ. ഇഷ്ടം പോലെ ബ്രാലിന് കിട്ടിയിട്ടുണ്ട് 2 മണിക്കൂറുണ്ട്. അപ്പം മീനുകൾ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം, ജസ്റ്റ് കണ്ടു നോക്കിട്ടാ. വാ ഗൈസ്, ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള മൊത്തം മീനുകൾ കേട്ടോ. ഒന്ന് കാണിച്ചു കൊടുത്താൽ അടുത്തേക്കൊന്ന് കാണിച്ചു കൊടുത്താൽ. ഇതിന് ഏറ്റവും വലുതിട്ട് കിട്ടിയില്ലേ, അത് അസല് നാടനാട്ടാ. കിട്ടില്ല, എടുത്ത് കാണിക്കാൻ പറ്റില്ല. നാടനും വളർത്തുവാനും കാട്ടിത്തരാം. അയ്യോ കിട്ടില്ല സാധനങ്ങൾ. ഏകദേശം നമുക്ക് 2 മണിക്കൂർ കൊണ്ട് അടിച്ചുള്ള, അതിന് ഏറ്റവും വലിയ കോമൺ 2 മണിക്കൂർ കൊണ്ട് അടിച്ചുള്ള മീനാണ് മൊത്തം. അടുത്തൊന്ന് എന്റെ കൈ സത്യത്തിൽ കാണിച്ചു തരണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ഈ മീൻ അതിനെ എടുത്തിന് നിക്കണില്ല. തല നാടില്ല കൈ പേടാതല്ല പറഞ്ഞ അസല് നാടാൻ പറ്റാ. അയ്യോ ഒന്നിനൊന്ന് വെച്ചോ. ഇതില് വലുത് തന്നോണ്ടില്ല കേട്ടോ. മൊത്തം എത്ര അടിച്ചുള്ള കാട്ടിത്തരാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 അടിച്ചു മൊത്തം. 14 ഇതിൽ 3 ഹെവി എന്ന് പറഞ്ഞാൽ ഒരെണ്ണൊരു 2.5 കിലോ പ്ലസ് എന്തായാലും ഉണ്ടാവും. ഇതൊരു 2 കിലോ എന്തായാലും ഉണ്ടാവും. ഇതൊരു 1 കിലോ പ്ലസ് അറിയില്ല. പിന്നൊക്കെ ചെറുവക അത് ഇതൊക്കെ ആയിട്ട് കുറെ കിട്ടിയിട്ടുണ്ട്. മൊത്തം നമുക്ക് 14 കിട്ടിയിട്ടുണ്ട്. 14 അതില് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിന് വണ്ട സാധനം അടിച്ചത് നാടനാണ്. നമുക്ക് കുറച്ച് നാളുകൾക്ക് ശേഷം അടിച്ചതാണ് ഈ ഒരു നാടകം. ഹെവി സാധനം ഹെവി സാധനം പോയി. അപ്പോൾ നമ്മുടെ ടാങ്കിലേക്ക് നമ്മളിത് മീനുകളെ ഓരോന്നായിട്ട് ഇറക്കാൻ പോകുന്നു കേട്ടോ.
ടാങ്കിലെ വെള്ളം ഭയങ്കര മോശമായിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ ഇത്രയധികം മീൻ ഇടുന്നതാണ്. പിന്നെ ജീവനോട് നാളെ സെയിൽ ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മൾ വെള്ളം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓരോന്നിനും നമ്മളിത് വലയിൽ കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. മീനെ നമ്മൾ ജസ്റ്റ് വാഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ മുമ്പിൽ കളിക്കുന്ന ദുരന്തമേ. നമ്മളൊക്കെ ഇത് വാഷ് ചെയ്ത് നമ്മളിത് പതുക്കത് അതിലേക്ക് ഇറക്കിയൊക്കെയാണ്. നമ്മളെ 3 ചുണക്കൊട്ടന്മാരെ പോയി പിടിക്കാം. അതിലിടാണോ നല്ലത്? അതിലിടാണോ നല്ലത്? പക്ഷേ 3 നമ്മൾ നമ്മുടെ വലയിലാക്കിയൊക്കെയാണ്. പൊങ്ങണില്ല. അങ്ങനെ നമ്മുടെ ടാങ്കിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ടാങ്കിൽ ഇറക്കിയപ്പോൾ വലിപ്പം കണ്ടില്ലേ? ഒരു ഫ്രിഡ്ജ് ബോക്സിന്റെ ഉള്ളിൽ ആ 2 ബ്രാലും കിടക്കണ നോക്കി. എന്റെ മോനെ ജാതി സാധനം കണ്ടില്ലേ? പവർ കാസ്റ്റ് ഇട്ടാ. പവർ കാസ്റ്റ് പിള്ളേര് തൂക്കിയത് കൂത്തടാ. ഊത്ത് നന്നായി ഊത്ത്.